ഇമെയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് സെഗ്മെന്റേഷൻ. ഇമെയിൽ മാർക്കറ്റിംഗ് നമ്മുടെ അടുത്തൊരു ഡാറ്റ അല്ലേ, ഇമെയിൽ ലിസ്റ്റ് ഇല്ലേ, അത് നമ്മൾ സെഗ്മെന്റ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷന് ബിഹേവിയർ വെച്ച് മാറ്റി ആദ്യം ലിസ്റ്റ് പ്രോപ്പർ ആക്കി. അധിക സമയത്തും ഈ ഇമെയിൽ മാർക്കറ്റിംഗിൽ ഉപയോഗിക്കുന്ന ആളുകൾ പർച്ചേസ് ചെയ്ത ഡാറ്റ ഉപയോഗിച്ച് ഇമെയിൽ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ടാർഗറ്റഡ് ഇമെയിൽ ക്യാപ്ചർ ചെയ്യും. ചില സൈറ്റുകളൊക്കെ കണ്ടില്ലേ, സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും സ്വിഗ്ഗിയിൽ നിന്ന് എന്തുകൊണ്ട് ഇമെയിൽ ഇട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്? നിങ്ങൾ അവിടെ ഇമെയിൽ അവരെ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെക്ക് ബോക്സിൽ നിങ്ങൾ അറിയാതെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, റെഡി ടു ആക്സെപ്റ്റ് പ്രൊമോഷണൽ ഇമെയിൽസ്. അങ്ങനെ ചെയ്യുന്നതോടുകൂടി യു ആർ എ വൈറ്റ് ലേബൽ ഇമെയിൽ ലിസ്റ്റിലേക്ക് വന്നു. നിങ്ങളെ സെഗ്മെന്റഡ് ലിസ്റ്റ് എന്തായി? ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരു ഇമെയിൽ മാർക്കറ്റിംഗിൽ നിങ്ങളെ പർട്ടിക്കുലർ ഗ്രൂപ്പായിട്ട് സെഗ്മെന്റ് ചെയ്തു. ആമസോണിൽ പോയിട്ട് സ്വിഗ്ഗിയിൽ പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ നീ കോഴിക്കോടുള്ള ആളാണ്, അവർക്ക് മനസ്സിലായി. ഇനി കോഴിക്കോട് ബേസ് എന്ത് ക്യാമ്പയിൻ സ്വിഗ്ഗി ചെയ്യുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കും. അതാണ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. കസ്റ്റമർ ബിഹേവിയർ, ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ഇതൊക്കെ വെച്ചിട്ട് സെഗ്മെന്റ് ചെയ്ത് വെക്കുന്നത്. ഇതൊന്ന്. രണ്ടാമത്, ഒരുപാട് സൈറ്റ് കമ്പനികൾക്ക് ബ്ലോഗ് ഉണ്ടാവാം. അവിടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടു സബ്സ്ക്രൈബ് ഈ ഇമെയിൽ ഐ ഡി ആൻഡ് സബ്മിറ്റ്. ഇമെയിൽ ഐ ഡി സബ്സ്ക്രൈബ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ വൈറ്റ് ലിസ്റ്റഡ് ആയി. അല്ലാത്ത കേസിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഒരു ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ആ ഇമെയിൽ എന്താവില്ല, അവർക്ക് കറക്റ്റ് ഇൻബോക്സിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. സ്പാം ഫോൾഡറിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സെഗ്മെന്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ലേബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ലിസ്റ്റ് ആക്കി എടുത്തിട്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ് എപ്പോഴും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക.